ഇന്നെന്റെ ചേട്ടായിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ പായസമൊക്കെ റെഡിയാക്കി. ബർത്ത്ഡേ ബോയ് എത്തിയപ്പോ കാസേരയിൽ ബെഡ്ഷീറ്റ് വിരിച്ച് മക്കൾ ആനയിച്ചിരുത്തിയേക്കും. ബർത്ത്ഡേ ആയിട്ട് ഞങ്ങളിന്ന് ട്രിപ്പ് പോകുന്നതോ ദന്തൽ കോളേജിൽ. അമ്മയ്ക്ക് തീരെ വയ്യാഞ്ഞോണ്ട് അമ്മ വന്നില്ല. സോ ആ ഒരു സങ്കടം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നത് കൊണ്ട് തന്നെ ആശുപത്രി പോക്ക് ഞങ്ങൾക്ക് ഒരു ട്രിപ്പ് തന്നെ. പോകുമ്പോൾ ഒരു ആമ്പൽപ്പാടം ഒരു രക്ഷയില്ല. ദന്തൽ കോളേജിലെത്തി ഞങ്ങൾ രണ്ടു വഴിയായി പിരിഞ്ഞു. എന്റെ ഏബൂട്ടന്റെ 2 പല്ലും എടുത്തു, എവാങ്കൂട്ടന് റൂട്ട് കനാലും ചെയ്തു. ഇന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് വിളക്കുമരം ഫാമിലി റെസ്റ്റോറന്റിലാണ്. ഇത്ര അടുത്തായിട്ട് പോലും ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടോട്ട് അവിടെ പോകുന്നത്. ഫുഡ് അടിച്ച് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും അവിടെ കണ്ടൊരു ബോട്ടിൽ കയറി പിള്ളേര് കുറച്ചേരൊക്കെ കളിച്ചു. അതും ചെറിയ കളികളൊന്നും അല്ല, ടൈറ്റാനിക് വരെ ഉണ്ട്. ഞങ്ങളുടെ വീട്ടിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ വീഡിയോയിലൂടെ കണ്ട് കുരു പൊട്ടുന്ന വേണ്ടപ്പെട്ടവരോടും വേണ്ടപ്പെടാത്തവരോടും എനിക്ക് ഒന്നേ പറയാം, അവനവന്റെ കണ്ണിലെ തടിക്കഷ്ണം കാണാതെ അപ്പുറത്തവന്റെ കണ്ണിലെ കരടെടുക്കാൻ പോകേണ്ട ആവശ്യമുണ്ടോ മിസ്? എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ, എങ്കിലും വളരെ കുറച്ച് ആളുകൾ അങ്ങനെ. ഞങ്ങളുടെ സന്തോഷം കണ്ട് ചങ്ക് പൊട്ടി കരയുന്നവർ ഇതൊരു അറിയിപ്പായി സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കും. വൈകുന്നേരമായപ്പോ ഞാൻ നേരെ വൈക്കം വിട്ടു ഒരു കേക്ക് വാങ്ങി. അതും അങ്ങ് ഒമാനിന്ന് ചേച്ചിയുടെ സർപ്രൈസ് ആയിട്ട് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അവന്മാരോട് പറഞ്ഞതേ രാവിലെ മുതൽ പാവയബൂട്ടൻ മേമെ കേക്ക് വാങ്ങണ്ടേ എന്നോട് 100 പ്രാവശ്യം പറയാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ പോയി പറയും പപ്പയുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഇന്ന് കേക്ക് വാങ്ങിയിട്ടില്ല കേട്ടോ. എന്ത് ചെയ്യാനാ, പിള്ള മനസ്സിൽ കള്ളമില്ല. അങ്ങനെ കേക്കൊക്കെ സെറ്റാക്കി ചെറിയ രീതിയിലൊരു കേക്ക് മുറിയൊക്കെ നടത്തി ചേട്ടായുടെ ബർത്ത്ഡേ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ആഘോഷിച്ചു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ ചേട്ടായി, ഹാപ്പി ബർത്ത്ഡേ ടു യു. May God bless you. May God bless you. പിന്നെ ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് പറഞ്ഞത് ആർക്കെങ്കിലും ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ, അത് നിങ്ങൾ ഉദ്ദേശിച്ചല്ല. എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന, ഞങ്ങളുടെ നല്ലത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഉള്ളത് കൊണ്ട് തന്നെ നല്ല നല്ല വിശേഷങ്ങളായിട്ട് ഞാൻ ഇനിയും വരും. അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റാ.